രാവിലെ എണീറ്റാല് കടി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ്. എന്നാ പിന്നെ ഒന്ന് ഗോതമ്പ് ചോറാക്കാന്ന് വിചാരിച്ചു. പണി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ ഇരട്ടി പണിയാണ്. അതായത് ഗോതമ്പ് ചോറിന് തേങ്ങാപ്പാല് നിർബന്ധം. ഗോതമ്പിന് കുറച്ച് ടൈമാണ് കൊടുത്തു. അപ്പോഴേക്ക് നമ്മുടെ ചോറ് കൂടെ അങ്ങനെ അതും വാർന്നു. അപ്പോഴേക്ക് ഗോതമ്പ് ഒരു പരിവായി വന്നിട്ടുണ്ട്. തേങ്ങ ചെറിയത് കൂടി പോയോന്നൊരു ഡൗട്ട്. എന്നാ പിന്നെ ബാക്കി ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് ഫ്രിഡ്ജിൽ അപ്പോഴേക്ക് തേങ്ങാപ്പാല് കരച്ചിലോട് കരച്ചില്ല. എന്നെ എടുത്ത് ഗോതമ്പ് ചോറ് ഒന്ന് ഒഴിക്കുന്നുണ്ടോ അതോ ഞാൻ പോയി ചാടണം. പിന്നെ തേങ്ങാപ്പാല് ഒരു ഭാഗത്താക്കിട്ട് തന്നെ ബാക്കി കാര്യം അങ്ങനെ അത് ഒഴിച്ച് മിക്സോട് മിക്സ്. എളുപ്പ പണി എന്ന് പറഞ്ഞിട്ട് പണി തീർന്നിട്ടില്ല. ഇതുകൊണ്ടൊന്നും ഗോതമ്പ് ചോറാവൂല. പിന്നെന്താ വേണ്ടത്? തൂമിക്കണല്ലേ. വെറുതെ അങ്ങോട്ട് തൂമിക്കാനൊന്നും പറ്റില്ല. ഉള്ളി വേണം. ഗോതമ്പ് ചോറാവണ്ടേ കുറച്ചൊന്നും പോരാ. കുറച്ചധികം ഉള്ളി അങ്ങോട്ട് അരിഞ്ഞു കൂട്ടി. എന്നിട്ടോ വെളിച്ചെണ്ണ പറ്റൂല. മസ്റ്റ് ആയിട്ട് നെയ്യും കുപ്പിയിൽ നെയ്യ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമുക്ക് ഇത് കട ഒപ്പിക്കാം. അങ്ങനെ ഗോതമ്പ് ചോറിന് ഒരു ഭാഗത്ത് ചായയും കടിയും കഴിഞ്ഞാൽ അടുത്ത യുദ്ധത്തിനായിട്ട് അതായത് ചോറ് കറി ഉപ്പേരി അങ്ങനെ കുറച്ച് കായം കിട്ടി. ഇത് എവിടുന്നാന്ന് ചോദിച്ചാല് അയലുമായിട്ടും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും ഒക്കെ വരും. അവർ തന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം പച്ചമുളക് അങ്ങോട്ട് കീറി എന്നിട്ട് കുക്കറിലാക്കി ബന്ധം. അടുത്തത് ഗോതമ്പ് ചോറ് വിതരണമാണ്. ആയിരിക്കുമല്ല എന്റെ മക്കൾക്ക് തന്നെ അതവിടെ കഴിഞ്ഞു. ഇനിയിപ്പോ വെള്ളം നിറക്കൽ ചടങ്ങ്. എത്ര കുപ്പിയുണ്ടോ അത്രയും നിറക്കും. രണ്ടുപേർക്കും ഗോതമ്പ് ചോറ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മനല്ലാ മനസ്സോടെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ട്. അമ്മന്റെ സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങളെ കാണുന്നത്. അമ്മന്റെ അടുത്ത് ഒന്ന് രണ്ടും പറഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചോറാക്കൽ പരിപാടിയാണ്. അതിനിടയിൽ നമ്മുടെ കായലിത്തണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കട്ട ഒഴിക്കുക. സംഗതി സെറ്റ്. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോയാൽ ബാക്കി പരിപാടി വാഷിംഗ് ആൻഡ് ക്ലീനിങ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ മനസ്സിനൊരു സമാധാനം. എല്ലാം കഴിഞ്ഞിട്ട് വിസ്തരിച്ചൊരു ചായ. പിന്നെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നാലും പേടിക്കാനൊന്നുമില്ലല്ലോ. വൃത്തിയായിട്ട് ലാസ്റ്റ് നമ്മുടെ അടുക്കള ക്ലീനിങ് ഇതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം സെറ്റ്. അതായത് രണ്ടാമത്തെ യുദ്ധം തീരാ. ഇനി ഞാനൊന്ന് വിസ്തരിച്ച് ചായ കുടിക്കാം. ആ ചായ കുടിക്കുമ്പോഴാണ് കേട്ടോ പല അന്താരാഷ്ട്ര കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ആരോടും സംസാരിക്കാനില്ലാത്തോ ഞാൻ ഒറ്റയ്ക്ക് ചിന്തിച്ചിരുന്ന ചായ. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഗോതമ്പ് ചോറ് ചങ്കെന്ന് ഇറങ്ങണമെങ്കിൽ എനിക്കും പഞ്ചസാര നിർബന്ധം. ഷുഗർ കട്ടാണെന്ന് പറയും ചെയ്യും. ഷുഗർ കണ്ടമാനം വാരിടും ചെയ്യും. ഗോതമ്പ് ചോറല്ലേ, ഹെൽത്തി അല്ലേ, എങ്ങനെയെങ്കിലും കുറച്ചകത്ത് കിടക്കും. രണ്ടാമത്തെ യുദ്ധം കഴിഞ്ഞാൽ അടിക്കലാന്റെ തുടക്കലാണ് കേട്ടോ. പിന്നെ കുക്കിങ്ങിനേക്കാളും ക്ലീനിങ് ഇഷ്ടമുള്ളത് വലിയ കുഴപ്പമില്ലാത്ത സംഗതി. ചില ദിവസം വിചാരിക്കാറുണ്ട് കേട്ടോ, രാവിലെ എണീറ്റ് ഉടനെ തന്നെ അടിയും തൊടിയും അങ്ങോട്ട് കഴിച്ചു. എത്രയൊക്കെ ചെയ്തിട്ടാലും മക്കള് പോയി കഴിഞ്ഞാൽ വീണ്ടും വരക്കും. ആ ഒരു പരിപാടി ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്യൂട്ട് ആവൂല. അപ്പൊ ഇത്രയേ ഉള്ളൂ.